ഓക്കെ ഗായ്സ്, അപ്പോൾ റിവ്യൂ പറയാല്ലേ. റിവ്യൂ എൻ്റെ പൊന്നു, അതായത് ഫസ്റ്റ് ഹാഫ് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. അതായത് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമയിൽ ജോൺ വിക്ക് മലയാളത്തിലെ ആദ്യത്തെ ജോൺ വിക്ക് പോലത്തെ സിനിമ. എൻ്റെ പൊന്നു, രോമാഞ്ചിഫിക്കേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. ഫുള്ള് ഗൂസ് ബംസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് സീൻസ് മാത്രമേ, അതായത് എ ഗ്രേഡ് കൊടുത്ത എന്തിനാണെന്ന് നമുക്ക് കൃത്യം അറിയാൻ പറ്റും. അതായത് നമ്മളെ ഈ മറ്റ് സിനിമകളിലൊക്കെ കാണിക്കുന്ന ഇപ്പം ക്രൂരമായിട്ട് കൊല്ലുന്ന ഇതെല്ലാം കാണിക്കുന്നത് അവര് ബ്ലറാക്കി കാണിക്കും. പക്ഷെ ഇത് എല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ബ്രൂട്ടലായിട്ട് കൊല്ലുന്നതൊക്കെ ഉണ്ട്. അതായത് തല വെട്ടിയിടുന്നത്, കൈ വെട്ടിയിടുന്നത് എല്ലാം ഉണ്ട്. എൻ്റെ പൊന്നു, അത് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട്. അതായത് അത്ര കിടിലായിട്ടാണ് ഈ സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. ഏതായാലും നല്ല കഷ്ടപ്പാട് എടുത്തിട്ടുണ്ട്. നല്ല കഷ്ടപ്പാട് ആയിട്ടുണ്ട്. ഈ സിനിമ എടുക്കുന്നതിന് നല്ല കഷ്ടപ്പാട് അവർ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ നായിക എന്ന് പറഞ്ഞൊരാളില്ല ഇതില്. ആ സത്യം പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെയൊക്കെ എൻ്റെ പൊന്നു ആ വരക്കമൊക്കെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ്. സെക്കൻഡ് ഹാഫ് ഒരു 90% വരും. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫിലെ ലാസ്റ്റ് ഫൈറ്റ് അതെനിക്ക് തോന്നുന്നു, എനിക്ക് ലിയോ ആയിട്ട് അത് ഒന്ന്, അതായത് ഒരു റിലേറ്റബിൾ ആയിട്ട് തോന്നി. അതായത് ലാസ്റ്റ് ആ ഒരു ആംബിയൻസും എല്ലാം എനിക്ക് ലിയോയുടെ ആംബിയൻസ് പോലെയൊക്കെ തോന്നി. ഭയങ്കര, അതായത് ജോൺ വിക്കിനെ പോലെ തന്നെ കൂടെ ഒരു പട്ടിയുണ്ട്, പിന്നെ ഒരു കുടുംബം. ഞാൻ സ്റ്റോറി ഒന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിദ്ദിഖിന്റെ ലാസ്റ്റ്, എൻ്റെ പൊന്നോ, സിദ്ദിഖ് ഒരു കാര്യം, അതായത് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് സിദ്ദിഖ് ചെയ്യുന്ന കുറച്ച് സീക്വൻസുകളുണ്ട്. എൻ്റെ പൊന്നോ മക്കളെ, ഈ സിനിമ മസ്റ്റ് വാച്ച് തിയേറ്റർ ഫിലിമാണ്. കാരണം കൊടുക്കുന്ന പൈസക്ക് നമുക്കുള്ള ഇത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട്. അതായത് കൊടുക്കുന്ന പൈസ വെറുതെ ഇല്ല. എന്തിന് നമ്മൾ ഈ ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വെറുതെ പൈസ മുടക്കിയിട്ട് ജ്ഞാപകം കേൾക്കാൻ പോണ കണക്കല്ല ഈ പടം. ഈ പടത്തിൽ പാട്ടിനും നായികക്കൊന്നും വലിയ റോളൊന്നും ഇല്ല. നായികയ്ക്ക് ഉണ്ടാകുന്നോ, പക്ഷേ ഉണ്ണിമുകുന്ദൻ, സിദ്ദിഖ്, പിന്നെ ആ വില്ലനെയൊക്കെ അവസാനത്തെ കുറച്ചു നേരം ഇങ്ങനെ ഫുള്ള് സൈലന്റ് ആയിരിക്കും. അതായത് അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തിയേറ്റർ ഫുള്ള് അങ്ങ് സൈലന്റ് ആകും. അങ്ങനത്തെ സീൻസൊക്കെ ഉണ്ട്. അങ്ങനെ എടുത്തു വച്ചേക്കുന്നു. എൻ്റെ പൊന്നോ, സത്യത്തിൽ മലയാളത്തിൽ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു സിനിമ, ഇത്രയും ബ്രൂട്ടലായിട്ട്, അതായത് ഭയങ്കര ക്രൂരമായിട്ട് ആൾക്കാരെ കൊല്ലുന്നതും, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഫൈറ്റുകളുള്ളത്. പിന്നെ തോക്കൊന്നും വലുതായിട്ടൊന്നുമില്ല ഉണ്ട്, പക്ഷെ വലുതായിട്ടൊന്നുമില്ല. മെയിൻ വെപ്പണെന്ന് പറഞ്ഞാൽ കത്തിയാണ് മക്കളെ. എൻ്റെ പൊന്നോ, അതൊക്കെ വെച്ച് ഉപയോഗിക്കുന്നത്. ഞാൻ ഏതായാലും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഏതായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ് ഈ സാധനം. എനിവേ, എന്തായാലും എനിക്ക് എൻ്റെ കൊടുത്ത പൈസക്ക് കൊടുത്ത പൈസ കൂടുതലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ, അപ്പം ഏതായാലും ഇത്രയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഏതായാലും നമുക്ക് വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താം. ടുഡേ ഐ എം സൈനിങ് ഓഫ്. വ്ളോഗർ കിത്തു, ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഓക്കെ, എനിവേ ടുഡേ ഐ എം സൈനിങ് ഓഫ്. വ്ളോഗർ കിത്തു ആൻഡ് പീപ്പിൾ കോൾ മീ UVK ഗൈസ്. എനിവേ, ഇന്നത്തെ ഡേറ്റ് മറക്കണ്ട, December 20. ഓക്കെ, മലയാളത്തിലെ ജോൺ വിക്ക് റിലീസായ ഡേറ്റ്. ടാറ്റാ.